അപ്പോൾ എല്ലാവർക്കും പ്രൊഫ് സ്കെയിലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ HSST അതായത് ഹൈസ്കൂൾ ടീച്ചേഴ്സിൻ്റെ ജൂനിയർ കമ്പ്യൂട്ടർ സയൻസിൽ 30/6/2023 നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേപ്പർ കോഡ് ഞാനിവിടെ എഴുതാം. 98/2023 OL എന്നാണ് പേപ്പറിൻ്റെ കോഡ് എന്ന് പറയുന്നത്. പേപ്പർ കോഡ് ഇവിടെ എഴുതാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പേപ്പർ കോഡിനനുസരിച്ചിട്ടാണ് എന്ത് എഴുതുന്നത്, ക്വസ്റ്റ്യന് ആ പേപ്പർ കോഡിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ഇപ്പം താഴേക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, സ്ലൈഡ്സിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക പേപ്പർ കോഡ് എന്താണെന്ന്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റിക്വയർമെൻറ്റ്സ്, അത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഓരോ രീതിയിലായിരിക്കും. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, തിയററ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് വേണം, ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീപ്പ് നോളജ്, അതായത് അതിൻ്റെ ബേസിക്സ് മുതൽ ഒരു ലെവൽ വരെയുള്ള ഇതിൻ്റെ കുറിച്ചുള്ള നമുക്ക് എന്ത് വേണം, അറിവും വേണം. പിന്നെ ചിലപ്പോൾ ആ സബ്ജക്റ്റ് വേറൊരു സബ്ജക്റ്റുമായിട്ട് എന്തായിരിക്കും, കണക്റ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഡീൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇപ്പം ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള നമ്മളിപ്പോൾ ഈ ഒരു യൂട്യൂബ് സീരീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു 4 പാർട്ടായിട്ട് വീഡിയോ റിലീസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മളൊരു 1 മുതൽ ഒരു 13 ഉള്ളിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് അതിൻ്റെ ഒരു ആൻസർ കിട്ടുക എന്നുള്ളത് മാത്രമല്ല, അത് ഇപ്പം കുറച്ച് ഡീറ്റെയിൽ ആയ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിളായ ഫോമിൽ നമുക്ക് എങ്ങനെ ആലോചിക്കാം, ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആ ഒരു എക്സാം സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ പെട്ടെന്ന് അത് സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ തന്നെ പോവാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, number of subgraph of a complete graph with 5 vertices K5 are isomorphic to a complete graph K13 എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് വെച്ചാൽ, ഒരു കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ കംപ്ലീറ്റ് ഗ്രാഫിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സബ് ഗ്രാഫ്സ് അത് എത്ര എണ്ണം എന്താണ് കംപ്ലീറ്റ് ബൈപാർട്ടഡ് ഗ്രാഫായ K13 ആയിട്ട് ഐസോമോർഫിക് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോർമലി നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലായി ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്, ഗ്രാഫ് തിയറി എന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്പർ ഓഫ് സബ് ഗ്രാഫ്, അപ്പോൾ നമ്മൾ ഇതിലെന്താ ചെയ്യുന്നത്, നമ്മൾ ഗ്രാഫ്സിനെ ഓരോന്നായിട്ട് എഴുതിയിട്ട് അതിൻ്റെ എണ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ കൗണ്ടിങ് തിയറിയിലാണ് അത് വരുന്നത്. അപ്പോൾ കൗണ്ടിങ് തിയറി നമ്മൾ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്, നമ്മുടെ കോമ്പിനട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അതിലാണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളത്, കൗണ്ടിങ് തിയറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിലാണ് നമ്മൾ ഈ പെർമിറ്റേഷൻ കോമ്പിനേഷൻ ഒക്കെ വരുന്ന ചാപ്റ്ററാണ് എന്ന് പറയുന്നത് കോമ്പിനട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമുക്ക് എന്ത് വേണ്ടത്, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഗ്രാഫ് K5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗ്രാഫിൻ്റെയും വേർട്ടൈസസ്, അതായത് ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, നമ്പർ ഓഫ് വേർട്ടൈസസ് ആണ്. അപ്പോൾ ഈ K5 എന്ന് പറയുന്നതിൽ എന്തുണ്ടായി നമുക്ക് മനസ്സിലായി, 5 വേർട്ടൈസസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളത് എഴുതി 5 വേർട്ടൈസസ്. അപ്പോൾ 5 വേർട്ടൈസസ് ഉണ്ട്, അതിന് നമുക്ക് പേര് കൊടുക്കാം V1, V2, V3, V4 ആൻഡ് V5. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം എന്താ കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ഒരു ഡെഫിനേഷൻ പറയുന്നത്, കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് വെച്ചാൽ എല്ലാ വേർട്ടൈസസും എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ V1, V2 ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ജസ്റ്റ് നോർമൽ ഗ്രാഫിൻ്റെ വരച്ചു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാ വേർട്ടക്സും എന്താണ്, എല്ലാ എഡ്ജസുമായിട്ട് എന്താണ് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, നമ്മുടെ K5 എന്ന് പറയുന്ന സബ് ഗ്രാഫ് എന്ന് പറയുന്നത്. K5 എന്ന് പറയുന്നത് എന്ത്, കംപ്ലീറ്റ് ഗ്രാഫ് K5 എന്ന് പറയുന്നത് ഇതാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മളോട് അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ടേമാണ് എന്ത്, കംപ്ലീറ്റ് ബൈപാർട്ടഡ് ഗ്രാഫ്. ബൈപാർട്ടഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഗ്രാഫിനെ 2ആയിട്ട്, അതായത് നമുക്കിപ്പോൾ ഉള്ളൊരു ഗ്രാഫ്, അപ്പോൾ
നമ്മൾ ബൈപാർട്ടർ ഗ്രാഫിൻ്റെ ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്രാഫിന് രണ്ട് സൈഡ് ഉണ്ട്, രണ്ട് പാർട്ടായിട്ടാണ് ഇപ്പം ഗ്രാഫ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ എത്ര വേർട്ടൈസസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് ഒരു വേർട്ടൈസസ്, ഇപ്പോൾ ഇതൊരു ഫസ്റ്റ് പാർട്ടാണ്, സെക്കൻഡ് പാർട്ട് എന്നുള്ളത് K13 എന്ന് പറയുമ്പം, അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ എത്ര വേർട്ടൈസസ് ഉണ്ട്? 1 വേർട്ടൈസ്. ഇപ്പുറത്ത് എത്ര വേർട്ടൈസസ് ഉണ്ട്? 3 വേർട്ടൈസസ് ഉണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് എന്ന് പറയുന്ന ടേം ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ബൈപാർട്ടർ ഗ്രാഫ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ബൈപാർട്ടർ ഗ്രാഫിൽ പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, ഇപ്പോൾ ഇതൊരു V1, V2, V3, V4 എന്നാണെങ്കിൽ കംപ്ലീറ്റ് ബൈപാർട്ടർ ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സെറ്റ് ഇങ്ങനെ നമ്മളിപ്പോൾ ഇതിനൊരു സെറ്റായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു V1, അപ്പോൾ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് V2, V3, V4. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റിൻ്റെ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം കംപ്ലീറ്റ് ബൈപാർട്ടർ ഗ്രാഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ സെറ്റിൽ ഇപ്പോൾ ഈ ഒരു പാർട്ടിൽ, അതായത് സെക്കൻഡ് പാർട്ടിലെ ഈ ഒരു സെറ്റിലുള്ള വേർട്ടൈസസ് തമ്മിൽ എന്തുണ്ടാവില്ല? എഡ്ജ് കണക്ടിവിറ്റി പോസിബിൾ അല്ല. അങ്ങനെയുള്ളത് എന്താണ്? കംപ്ലീറ്റ് ബൈപാർട്ടർ ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ്റെ പുറത്ത് വരുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? കംപ്ലീറ്റ് ബൈപാർട്ടർ ഗ്രാഫ് അല്ല എന്നർത്ഥം. അപ്പോൾ നമ്മളോട് ഇപ്പം ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഗ്രാഫ് തന്നിട്ടുണ്ട്, K5 എന്നുള്ള കംപ്ലീറ്റ് ഗ്രാഫ് തന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? K13 എന്നുള്ള ഒരു കംപ്ലീറ്റ് ബൈപാർട്ടർ ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് വെച്ചാൽ K5 നമുക്ക് എത്ര സബ് ഗ്രാഫസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? അതായത് സബ് ഗ്രാഫ് എന്ന് വെച്ചാൽ ഒരു ലാർജർ ഗ്രാഫിൽ നമ്മൾ ഓരോ ഗ്രാഫ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 4 വേർട്ടൈസ് ഉള്ള ഒരു ഗ്രാഫിൽ നിന്ന് നമ്മൾ ഒരു 2 വേർട്ടൈസസിനെ, ഈ 2 വേർട്ടൈസസിനെ മാത്രം ഞാനിങ്ങനെ റിമൂവ് ചെയ്തിട്ട് എടുത്ത്, അപ്പോൾ ഇതെന്താ? ഇതെൻ്റെ സബ് ഗ്രാഫാണ്. എന്ന് വെച്ചാൽ ഈ ഒരു വലിയ ഗ്രാഫിൻ്റെ പാർട്ടാണ് എന്ത് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത് സബ് ഗ്രാഫ് തന്നെയാണ്. സബ് ഗ്രാഫാണ് ഇതിൻ്റെ കാര്യം. ഇനി ഐസോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐസോമോർഫിക് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഐസോമോർഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഗ്രാഫ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്ത് പറയുന്നത്? ഐസോമോർഫിസം എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐസോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 ഗ്രാഫ്, അതായത് ഡിഫറെൻറ്റ് ഗ്രാഫ്സ് ഈക്വൽ ആണോ എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് ഒരു ഗ്രാഫിനെ തന്നെ, നമുക്ക് ഒരു എക്സാമ്പിൾ, ഐസോമോർഫിസത്തിൻ്റെ ഒരു എക്സാമ്പിളിൽ, ഇപ്പോൾ ഒരു ഗ്രാഫ്, അതിന് 4 വെർട്ടൈസസ് ഉള്ള ഒരു ഗ്രാഫാണ്, അതിനിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത്, ഈ ഒരു സാധനത്തിന് തന്നെ എനിക്കൊരു ഐസോമോർഫിക് വേറെ രീതിയിൽ എന്ത് ചെയ്യാം? റീഡ്രോ ചെയ്യാൻ പറ്റും. അതെന്താണ്? എന്താണ്? അതായത് വെർട്ടൈസസിൻ്റെ നമ്പറിലോ എഡ്ജസിൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ എന്തില്ല, ഇതിൻ്റെ എഡ്ജ് കണക്ടിവിറ്റിയിലോ മാറ്റം വരുത്താതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ് ഗ്രാഫിനെ ഐസോമോർഫിക് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഐസോമോർഫിക് എന്ന് പറയുന്ന ഡെഫിനേഷൻ കൊണ്ട് അതാണ് നമുക്ക് റീഡ്രോ ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് വെർട്ടൈസസിന് മാറ്റില്ല, ഡിഗ്രി ഓഫ് വെർട്ടൈസസിന്, അതായത് ഡിഗ്രി സീക്വൻസിന്, ഓരോ വെർട്ടൈസസിലെ ഡിഗ്രി സീക്വൻസിന് മാറ്റം ഉണ്ടാവത്തില്ല. പിന്നെ എന്താണ്? നമുക്ക് എൻഡ് വെർട്ടെക്സ്, അതായത് വെർട്ടെക്സ് കണക്ടിവിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഐസോമോർഫിക്കിൽ ഒരു ഗ്രാഫ് 2 ഗ്രാഫിന് ഐസോമോർഫിക് ആണെന്ന് പറയണമെങ്കിൽ, അപ്പോൾ അങ്ങനെ എത്ര എണ്ണം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് K5 എന്ന് പറയുന്ന കംപ്ലീറ്റ് ഗ്രാഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് 5 വെർട്ടൈസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ബൈപാർട്ടർ ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പാർട്ടിൽ എത്രയാണ് വരുന്നത്? ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് 1 വെർട്ടൈസസ് ആണ്. അപ്പോൾ നമുക്ക് കോമ്പിനേഷൻ നമ്മൾ എന്തിനാണ് പറയുക? കോമ്പിനേഷൻ, അതായത് നമുക്ക് ഇനി കോമ്പിനേട്രോണിക്സിലേക്ക് പോകാം. ആ കോമ്പിനേട്രോണിക്സ് നമ്മൾ കോമ്പിനേഷൻസ് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു സാധനത്തിനെ ചൂസ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലായിട്ട് ചോദ്യം വരും, പെർമിറ്റേഷൻ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പെർമിറ്റേഷൻ നമ്മൾ ചൂസ് ചെയ്ത ഒബ്ജക്റ്റിനെ നമ്മൾ അറേഞ്ചും കൂടെ ചെയ്യുമ്പോഴാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്? പെർമിറ്റേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പിനേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ചൂസ് ചെയ്യാൻ, പെർമിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ചൂസ് ചെയ്തതിനെ നമ്മൾ ഡിഫറെൻറ്റ് പൊസിഷൻസിൽ നമ്മൾ അറേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? പെർമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഗ്രാഫ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ എടുത്തു. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് വേണ്ടത് എന്താണ്? 1 വേർട്ടൈസസ് വേണം. അത് എവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ? 5 വേർട്ടൈസസ്. അതാണ് നമുക്ക് മൊത്തമായിട്ടുള്ള ആ കംപ്ലീറ്റ് ബൈപാർട്ടർ ഗ്രാഫിൻ്റെ നമ്പർ ഓഫ് വേർട്ടൈസസ് എത്രയാണ്? 5. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുമോ? അതിനെ നമ്മൾ എന്ത് ചെയ്തു? 5C1. ഈ ഒരു സാധനത്തിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? നമ്മൾ 5 വേർട്ടൈസസ് 1 വേർട്ടൈസിനെ എന്ത് ചെയ്തു? ചൂസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഇനി നമുക്ക് എത്ര വേർട്ടൈസസ് അപ്പോൾ നമുക്ക് അടുത്തത് എന്ന് വേണം? സെക്കൻഡ് പാർട്ടിൽ നമുക്ക് 3 വേർട്ടൈസസിനെ ചൂസ് ചെയ്യണം. ആ 3 വേർട്ടൈസസിനെ ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ
3 വെർട്ടൈസസിനെ എവിടെ നിന്നാണ് ചൂസ് ചെയ്യാൻ പറ്റുക? ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു വെർട്ടൈസ് ചൂസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ബൈപാർട്ടർ ഗ്രാഫിൽ എന്താ പറഞ്ഞത്? ഇത് തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, കണക്ഷൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു പാർട്ടിൽ വന്നത് ഇവിടെ വരാൻ പറ്റില്ല. അപ്പോൾ ഈ 3 നമുക്ക് എവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റൂ? ഈ 5 - 1, അതായത് ഇത് ഓൾറെഡി നമ്മൾ ഒന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ 4 വെർട്ടൈസസ് ബാക്കിയുള്ളൂ. അപ്പം 4C3 എന്നാണ് അപ്പോൾ നമ്മൾ സെലക്ഷൻ വരിക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് ചോദിക്കുമ്പോൾ എന്തായി? 5C1 × 4C3. അപ്പോൾ അതിന് റെലവൻ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 20 ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5C1 × 4C3, അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 5C1 × 4C3. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഗ്രാഫ് തിയറിയെ കുറിച്ച് നോളജ് വേണം, എന്താണ് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് അറിയണം, സബ് ഗ്രാഫ് എന്താണെന്ന് അറിയണം, ഐസോമോർഫിസം എന്താണെന്ന് അറിയണം, കംപ്ലീറ്റ് ബൈപാർട്ടർ ഗ്രാഫ് എന്താണെന്ന് അറിയണം. ഇതൊക്കെ എന്താണ്? ഗ്രാഫ് തിയറിൻ്റെ ജസ്റ്റ് ബേസിക്സ് മാത്രമാണ്. പക്ഷേ ക്വസ്റ്റ്യൻ ലിങ്ക് ചെയ്തിട്ടുള്ള എവിടെയാണ്? കോമ്പിനേഷൻ പെർമ്യൂട്ടേഷനിലാണ്. അപ്പോൾ ഇത്രയും കാര്യം, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. ഇത് നമുക്ക് ഇപ്പം കാണുമ്പോൾ ഇതൊരു കോംപ്ലക്സ് ആയിട്ട് തോന്നാം. പക്ഷെ നമ്മൾ ഈ ഗ്രാഫ് തിയറിനെ കുറിച്ച് നല്ല നോളജും കോമ്പിനേട്രോണിക്സിനെ കുറിച്ചിട്ട് നോളജ് ഉള്ള ഒരാൾക്കുള്ള സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെറും ഒരു 20 സെക്കൻഡ് മാത്രം കൊണ്ട്, അല്ലെങ്കിൽ 20 സെക്കൻഡ്, ഒരു 30 സെക്കൻഡ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്തതും നമുക്ക് വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സീക്വൻസിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഏതാണ്? അതും ഗ്രാഫ് തിയറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതെന്താണ്? വേർട്ടെക്സ് കളറിങ്ങിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ, അതായത് ക്രൊമാറ്റിക് നമ്പറിങ്ങിനെ കുറിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. ഈ ക്രൊമാറ്റിക് നമ്പർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രൊമാറ്റിക് നമ്പർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ നമുക്ക് ഒരു വേർട്ടെക്സ്, ഇപ്പം നമ്മുടെ ഗ്രാഫിലുള്ള വേർട്ടെക്സസിനെ നമുക്ക് കളേഴ്സ് കൊടുക്കാൻ പറ്റണം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടീഷൻ സംബന്ധിച്ചിടത്തോളം അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടൈസസിന് എന്ത് കൊടുക്കാൻ പറ്റില്ല? നമുക്ക് സെയിം കളർ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേർട്ടൈസസിന് കളർ ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ V1, V2, V3, V4 എന്ന് പറയുന്ന വേർട്ടൈസസ് ഉണ്ട്. ആ വേർട്ടൈസസിനൊക്കെ എന്ത് കൊടുക്കണം? കളർ കൊടുക്കണം. പക്ഷേ ഈ V1 ഉം V2 എന്താണ്? അഡ്ജസൻ്റ് ആണ്. അപ്പോൾ അതിന് രണ്ടിനും എന്ത് കൊടുക്കാൻ പറ്റില്ല? എനിക്ക് സെയിം കളർ കൊടുക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഗ്രാഫ് ഇതാണ് എൻ്റെ ഗ്രാഫ് V1, V2, V3 ആൻഡ് V4. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? എനിക്ക് ഗ്രാഫിനെ, എൻ്റെ വേർട്ടെക്സിന് എന്ത് ചെയ്യണം? കളർ ചെയ്യണം, ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വേർട്ടെക്സിന് ഞാൻ എന്ത് കൊടുത്തു? റെഡ് എന്നുള്ളൊരു കളർ കൊടുത്തു. അപ്പോൾ നോർമലി നമുക്ക് വേർട്ടെക്സ്, ഇതിപ്പം നമ്മൾ പറഞ്ഞു ക്രൊമാറ്റിക് നമ്പറിങ് ഓഫ് ഗ്രാഫിൽ നമുക്ക് എന്താ മനസ്സിലാക്കണത്? ഈ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടെക്സസിന് എന്ത് കൊടുക്കാൻ പറ്റില്ല? അപ്പോൾ സെയിം കളർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ V2നും V3ക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? അതിന് റെഡ് കൊടുക്കാൻ പറ്റത്തില്ല. V4, V1 അഡ്ജസൻ്റ് ആണോ? അല്ല. അപ്പോൾ നമുക്ക് മിനിമം നമ്പർ ഓഫ് കളറാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു? V1 നമ്മൾ റെഡ് കൊടുത്തു, V3യും V2യും അഡ്ജസൻ്റ് ആണ്, എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റെഡ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ V4 എന്ത് കൊടുക്കാം? റെഡ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എന്ത് കൊടുത്തു? റെഡ് കൊടുത്തു. ഇനിയുള്ളത് എന്താണ്? V2, V4. അപ്പോൾ ഈ V2, V4 ഞാൻ എന്ത് ചെയ്തു? V2ന് എന്ത് കൊടുത്തു? V3ന് ഞാൻ ഒരു കളർ കൊടുക്കുന്നു, ബ്ലൂ. ആ ബ്ലൂ എന്നുള്ള കളർ നോർമലി അഡ്ജസൻ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? V4ന് കൊടുക്കാൻ പറ്റില്ല. V4 നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് റെഡ്. പക്ഷേ ബ്ലൂ എന്തായാലും ഇവിടെ ഇത് അഡ്ജസൻ്റ് ആയതുകൊണ്ട് V4ൽ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ കൊടുക്കാം, V2 കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലിങ്ങനെ എഴുതാം, ക്രൊമാറ്റിക് നമ്പർ X(G) എന്ന് പറയുന്നത് ഈ ഗ്രാഫ് എത്രയാണ്? 2 ആണ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണെന്ന് പറയുന്നത് ക്രൊമാറ്റിക് നമ്പറിങ് എന്താണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഇപ്പം ഇവിടെ തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ സംബന്ധിച്ചുള്ളത് തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇതൊരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമുക്ക് ക്രൊമാറ്റിക് നമ്പറിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബേസിക്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ട് ബോധ്യമുള്ള ഒരാൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് പറയുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രൊമാറ്റിക് നമ്പർ ഈസ് അറ്റ്മോസ്റ്റ് n ഫോർ എൻ n കളറബിൾ ഗ്രാഫ്. അപ്പോൾ ശരിയാണോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോൾ അങ്ങനെ ഒരു ഇതിപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്നത് എന്താണ്? 1, 2, 3, 4, 5 K5 എന്നുള്ള നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കണ്ടെന്താണ്? ഇത് കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത്
5 വേർട്ടൈസസ് ആണ്. ഇതിലിപ്പോൾ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെല്ലാ ഗ്രാഫ്സും എന്താ വേർട്ടൈസസും എന്താ ഈ ഗ്രാഫിലെ കണക്റ്റഡാണ്. അതിൻ്റെ അർത്ഥം എന്താ കണക്റ്റഡ് ആണെന്നുള്ളത് വെച്ചാൽ ഇൻ ദ സെൻസ് ദേ ആർ അഡ്ജസൻറ്റ്. അപ്പം ഇവിടെ ഞാൻ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല, ഇവിടെ കൊടുക്കാൻ പറ്റില്ല, ഇവിടെ റെഡ് കൊടുക്കാൻ പറ്റില്ല, ഇവിടെ റെഡ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഡിഫറെൻറ്റ് കളർ യൂസ് ചെയ്യണം. ഞാനിവിടെ യെല്ലോ യൂസ് ചെയ്തു, ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, യെല്ലോ യൂസ് ചെയ്യാൻ പറ്റില്ല, യെല്ലോ യൂസ് ചെയ്യാൻ പറ്റില്ല, യെല്ലോ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെ ബ്ലൂ കൊടുത്തു, ഒരു വയലറ്റ് കൊടുത്തു, പിങ്ക് കൊടുത്തു. അപ്പോൾ ഇത്രയും കളേഴ്സ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, നമുക്ക് ഓരോ വേർട്ടൈസസിനും എന്ത് ചെയ്യേണ്ടി വന്നു, ഓരോ കളറ് കൊടുക്കേണ്ടി വന്നു കംപ്ലീറ്റ് ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ, എല്ലാ വേർട്ടക്സസും എന്താണ് കണക്റ്റഡ് ആണ്, സോ ദേ ആർ അഡ്ജസൻറ്റ്. അപ്പോൾ നമുക്ക് ക്രൊമാറ്റിക് നമ്പറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കളറ് സെയിം കളർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേർട്ടൈസ് n ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അറ്റ്മോസ്റ്റ് അതായത് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, n കളർ യൂസ് ചെയ്യാം, n+1 കളർ. അതായത് ഇതിൽ കൂടുതലായിട്ട്, അതായത് വേർട്ടക്സിൻ്റെ നമ്പറിൽ കൂടുതലായിട്ടുള്ളൊരു കളർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. കാരണം എന്താ, ഇതിൽ ഈ വേർട്ടൈസിന് മൊത്തം കളർ ചെയ്യാൻ നമുക്ക് അറ്റ്മോസ്റ്റ് n കളർ മാത്രം മതി, വേർട്ടൈസസ് നമ്പർ n ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയാണ്. അപ്പോൾ അടുത്ത ക്രോമാറ്റിക് നമ്പർ ഈസ് അറ്റ്ലീസ്റ്റ് n ഫോർ എൻ n കളറബിൾ ഗ്രാഫ്. അപ്പോൾ എന്താണ്, ഒബ്വിയസ്ലി തെറ്റാണ്. അടുത്തെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത വരുന്ന ഇതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് n വേർട്ടൈസസ് ഈസ് n-1 കളറബിൾ. നമ്മൾ ഈ ഒരു ഫിഗറിൽ തന്നെ നമുക്ക് മനസ്സിലായി ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണെന്ന് മനസ്സിലായി. കാരണം n-1 കളറബിൾ അല്ല. കാരണം നമുക്ക് ഒരു കംപ്ലീറ്റ് ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ആവശ്യമാണ്, n വേർട്ടൈസസ് ആണെങ്കിൽ എല്ലാതും എന്താണ് അഡ്ജസൻ്റ് ആണ്. എല്ലാ വേർട്ടൈസസും ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ അഡ്ജസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഗ്രാഫിൽ നമുക്ക് n-1 കളർ മാത്രം പോരാ, n കളർ തന്നെ വേണം. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് ആണ്. അടുത്ത വരുന്നത് വെച്ചാൽ ഡിഗ്രി ഓഫ് ദ ക്രൊമാറ്റിക് പോളിനോമിയൽ ഈസ് ദ നമ്പർ ഓഫ് വേർട്ടൈസസ് ഓഫ് ജി. അപ്പോൾ അടുത്ത വരുന്നത് നമുക്ക് ഒരു ഇച്ചിരിയൂടെ ക്രൊമാറ്റിക് നമ്പറിങ്ങിൽ പറയുമ്പോൾ നമുക്ക് ഈ ക്രൊമാറ്റിക് നമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, നമുക്ക് ക്രൊമാറ്റിക് നമ്പേഴ്സിനെ പോളിനോമിയലിൻ്റെ ടേമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു C1 C2, ഇതിപ്പോൾ C1 C2 C3 C4, ഇത് എന്താണ് എൻ്റെ സിമ്പിളായിട്ട് എടുക്കാം. നമുക്കൊരു ക്രൊമാറ്റിക് പോളിനോമിയൽ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, ക്രൊമാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ടേമാണ്. അപ്പോൾ ക്രൊമാറ്റിക് പോളിനോമിയൽ, അപ്പോൾ ക്രൊമാറ്റിക് പോളിനോമിയൽ എന്ന് വെച്ചാൽ നമുക്ക് പോളിനോമിയലിൻ്റെ ടേംസിൽ നമുക്ക് എന്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രൊമാറ്റിക് നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു 3 വേർട്ടക്സ് ഉള്ള ഒരു ഗ്രാഫ് എടുത്തു. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത് ഈ ഒരു ടേം റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ എന്താണ്, കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണ് കളേഴ്സാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, C1 എന്നുള്ളതെടുത്ത് എന്ത് ചെയ്തു, ഞാൻ W എന്ന് പറയുന്നത് W എന്ത് ചെയ്തു, ഒരു കളർ ചൂസ് ചെയ്തു. ആ W ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊടുത്തു. അതായത് അത് റെഡ് ആയിരിക്കാം, യെല്ലോ ആയിരിക്കാം, എന്തായിരിക്കാം. അപ്പം ഞാനത് ഇവിടെ കൊടുത്തു. അപ്പോൾ C2ലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതിലുള്ള നമ്മൾ യൂസ് ചെയ്തപ്പോൾ റെഡാണ്, റെഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ റെഡ് ഒഴിച്ചിട്ട് ബാക്കി യൂസ് ചെയ്യാൻ പറ്റും. അപ്പം -1 യൂസ് ചെയ്യാം. ഇനി C3ലേക്ക് വരുമ്പോൾ എന്താണ്, C1ഉം C2ഉം എന്താണ്, C3ക്ക് അഡ്ജസ്റ്റൻ്റ് ആണ്. അപ്പം നമുക്കിത് ഈ രണ്ടിന് യൂസ് ചെയ്തത് എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്താണ്, നമുക്ക് റിമൈനിങ് കളേഴ്സ്, അതായത് 2 കളേഴ്സ് മൈനസ് ആണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാനിവിടെ റെഡാണ് കൊടുത്തത്, ഇവിടെ യെല്ലോ ആണ് കൊടുത്തതെന്ന് വെച്ചാൽ ഈ റെഡ് യെല്ലോ ഒഴിച്ചിട്ട് ബാക്കി ഏതെങ്കിലും കളേഴ്സ് ഒന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്ത് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ്, ലാംഡയാണ്. ഇത് ബാക്കിയുള്ളത് ടോട്ടൽ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിവിടെ ലാംഡ കൊടുത്തു. അതെന്ന് വെച്ചാൽ ലാംഡയിൽ നിന്ന് ഏത് വേണം എനിക്ക് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത C2ലേക്ക് വരുമ്പോഴത്തേക്ക് അത് അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട് എനിക്ക് ലാംഡയിൽ യൂസ് ചെയ്ത കളർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് λ-1 ആയി, പിന്നെ അത് λ-2 ആയി. ഇതിനെ എനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ λ ഇൻറ്റു λ-1 ഇൻറ്റു λ-2 ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇതിനെ എഴുതാൻ പറ്റും. അതായത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ λ3. ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ റിമൈനിങ് ടേംസുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കണ്ട. ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു 3rd ഡിഗ്രി പോളിനോമിയലിൻ്റെ ഫോമിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ
അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, നമുക്ക് പോളിനോമിയലിനെ, അതായത് ക്രൊമാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വേർട്ടൈസസ് കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ ക്രൊമാറ്റിക് നമ്പറിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേർട്ടൈസസിനെ കളർ ചെയ്യാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ലാംഡ കളേഴ്സ് ഉണ്ട്, ഞാനൊരു ലാംഡ കളറിൽ ഏതെങ്കിലും ഒരു കളറിനെ ഞാൻ ഒരു വേർട്ടൈസസിന് കൊടുക്കുകയാണെങ്കിൽ അടുത്ത വേർട്ടൈസ് അഡ്ജസൻ്റ് ആണെങ്കിൽ ആ വേർട്ടൈസിന് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, ലാംഡ കളറിൽ നിന്ന് ഞാൻ എന്ത് കളർ, ഇപ്പോൾ ഞാൻ റെഡ് യൂസ് ചെയ്താണെങ്കിൽ λ-1 കളേഴ്സ് എന്ന് മാത്രമേ എനിക്ക് ഒരു കളറിനെ ചൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് λ-1 ആയി. ഇപ്പോൾ C3യിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തായി, λ-2 കളേഴ്സ് മാത്രമേ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിനെ മൊത്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു λ³ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, എനിക്കൊരു ഡിഗ്രി പോളിനോമിയൽ ജനറേറ്റ് ആയി. ഇതിപ്പോൾ ഈ ഒരു കേസ് നമ്മളിപ്പം പറയുന്നത് 3 ഡിഗ്രി വേർട്ടൈസസ് ആണ്. അതിപ്പോൾ നമ്മൾ ഓരോ ഡിഗ്രി വേർട്ടൈസസ് ഇങ്ങനെ കൂട്ടി വരുമ്പം എന്താണ്, നമ്മൾ ഡിഗ്രി പോളിനോമിയൽ എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാവും. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ദ ക്രോമാറ്റിക് പോളിനോമിയൽ ഈസ് ദ നമ്പർ ഓഫ് വേർട്ടൈസസ് ഓഫ് ദ ജി. അപ്പോൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 3 വേർട്ടൈസസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, അതെ ശരിയാണ്, തേർഡ് ഡിഗ്രി പോളിനോമിയലാണ് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനെ സംബന്ധിച്ചത് ശരിയാണ്. ഇനിയിപ്പോൾ നമുക്ക് അതങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ കൂടെ ജസ്റ്റ് നോക്കാം. അപ്പോൾ ഒരു 4 ഡിഗ്രി ഉള്ള ഒരു വേർട്ടൈസ് ഞാൻ എടുത്തു, C1, C2, C3, C4 എന്ന് ഞാൻ വേർട്ടൈസസിന് പേര് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു ലാംഡ നമ്പർ ഓഫ് കളേഴ്സ് ഉണ്ട്, അതിൽ ലാംഡ ഏതെങ്കിലും ഒരു കളർ ഞാൻ ഇവിടെ കൊടുത്തു, λ-1 ഏതെങ്കിലും ഒരു കളർ C2 കൊടുത്തു, λ-2 ഇവിടെ കൊടുത്തു, λ-3 കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഞാനൊരു ഇക്വേഷൻ ഫോം ചെയ്തു, λ-1 ഇൻറ്റു λ-2 ഇൻറ്റു λ-3. അപ്പോൾ നോക്കുമ്പം എനിക്ക് ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ ജസ്റ്റ് സോൾവ് ചെയ്യുന്നില്ല, സോൾവ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം പോകും. അപ്പോൾ എനിക്ക് എന്ന് മനസ്സിലായി, നോർമലായിട്ട് കോമൺ സെൻസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി λ⁴, അതായത് ഒരു 4 ഡിഗ്രി പോളിനോമിയലാണ് ജനറേറ്റ് ആവുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഈ 4th സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഫസ്റ്റും 4th ആണ് ശരി. അപ്പം ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ബി ആണെന്ന് കിട്ടി. അപ്പോൾ സെക്കൻഡിൻ്റെ ആൻസർ എന്താണ്, ബി ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. അപ്പോൾ ഇതിലുള്ള റിക്വയർമെൻറ്റ് എന്താ, ഗ്രാഫ് തിയറിയിലെ ഇതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്, ഗ്രാഫ് തിയറി അതിലേതാ ഇപ്പോൾ ടോപ്പിക്ക്, ക്രൊമാറ്റിക് നമ്പറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം. അപ്പം നമ്മളിപ്പോൾ തന്നെ കണ്ടു, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ഗ്രാഫ് തിയറിയിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഗ്രാഫ് തിയറിയിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഗ്രാഫ് തിയറി എന്താണ്, ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാം, ഗ്രാഫ് തിയറിയിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. കാരണം ഒരുപാട് ഡിഫറെൻറ്റ് എന്ന് വെച്ചാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാത്സിലൊരു ശാഖയാണ് എന്ത് പറയുന്നത്, ഗ്രാഫ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒബ്വിയസ്ലി ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രിപ്പ് സ്കെയിലിന് ഗ്രാഫ് തിയറിയെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നോളജില്ല. അതായത് ഗ്രാഫ് തിയറി തന്നെ PhD ചെയ്യുന്ന ഒരു സാറുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്രാഫ് തിയറിയെ കുറിച്ച് എന്താണോ HSC സിലബസ്, ഇനി അതിൽ കൂടുതലായിട്ട് നമുക്ക് ബേസിക് ലെവലിൽ നിന്ന് ഒരു നോളജ് ബിൽഡ് ചെയ്യാം. അതായത് ഒരു ആൾക്ക് ബേസിക് ലെവലിൽ നിന്ന് പോലും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടന്റ് അവൈലബിൾ ആണ് എന്ത് പ്രിപ്പ് സ്കെയിലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ജസ്റ്റ് താല്പര്യമുള്ളവർ വിസിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തെന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു ലീനിയർ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് x1 + x2 + x3 x4 + x5 = 7. അതിൻ്റെ ഒരു ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ അല്ല, നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ്, x1 x2 എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ വാല്യൂസ് എന്താണ്, > 0 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഹൗ മെനി നമ്പർ ഓഫ് ഇൻഡിജർ സൊല്യൂഷൻസ് ആർ പോസിബിൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഹൗ മെനി നമ്പർ ഓഫ് ഇൻഡിജർ സൊല്യൂഷൻസ് ആർ പോസിബിൾ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോമ്പിനട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഇവിടെ നിന്നാണ് കോമ്പിനട്രോണിക്സിലെ പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷനിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ കുറച്ച് എന്ന് വെച്ചാൽ പെർമിറ്റേഷൻ വിത്ത് നോ റിപ്പീറ്റേഷൻ, പെർമിറ്റേഷൻ വിത്ത് അൺലിമിറ്റഡ് റിപ്പീറ്റേഷൻ, പെർമിറ്റേഷൻ വിത്ത് ലിമിറ്റഡ് റിപ്പീറ്റേഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച്
കാറ്റഗറീസ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട് നമുക്ക് പെർമ്യൂട്ടേഷനും. ഈ കോമ്പിനേട്രോണിക്സ് പഠിക്കുമ്പോൾ കോമ്പിനേട്രോണിക്സിൽ നമ്മൾ പെർമ്യൂട്ടേഷൻ ഇച്ചിരി അഡ്വാൻസ് ലെവലിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ നമ്മൾ വിത്ത് നോ റെപ്പിറ്റേഷൻ, അൺലിമിറ്റഡ് റെപ്പിറ്റേഷൻ, ഇതിനൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ളൊരു കാറ്റഗറിയാണ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ 3 ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കോമ്പിനേട്രോണിക്സിനെ കുറിച്ച് അത്യാവശ്യം അറിവുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് കോമ്പിനേട്രോണിക്സ് ആണ്. അപ്പോൾ ആ വീഡിയോ എന്താണ് നമ്മുടെ പ്രിപ്പ് സ്കെയിലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യാം. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഹൗ മെനി നമ്പർ ഓഫ് ഇൻഡിജർ സൊല്യൂഷൻസ് ആർ പോസിബിൾ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് n-1 പ്ലസ് RCR എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ n എന്ന് പറയുന്നത് എന്താണെന്നറിയോ, x1, x2, x3, x4, x5, അതായത് എത്ര എക്സസ് ഉണ്ട്, 5x. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ്, 5 ആണ്. എക്സിൻ്റെ നമ്പർ 5 നമ്പർ ഓഫ് എക്സസ് ഉണ്ട്. അതിൽ 6 k എന്താണ് യൂസ് ചെയ്യാം. 6 എന്ന് പറയുന്നത് ഈ ഒരു കോൺസ്റ്റൻറ്റിനെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 6 എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ 6നെ k എന്ന് വിളിക്കാം. അപ്പോൾ റീറൈറ്റ് ചെയ്യാം n-1 KCK, കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു k എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് k എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് എന്ത് തന്നിട്ടുണ്ട്, 7 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, 5 - 1 + 7C7 വന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക 330 ആണ്. പക്ഷേ ഈ ഓപ്ഷൻസിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഓപ്ഷൻസിൽ 330 അവൈലബിൾ അല്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 330 ആണ് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസിൽ മിസ്റ്റേക്കാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 330 ആണ്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഇതെങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ. ഇത് 11C7 ആണ് വരിക. അതായത് 5 - 1 എന്ന് പറയുന്നത് 4 ആണ്. 4 + 7C7 അതായത് 11C7 ആണ് ആൻസർ. 11C7 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 330 എന്ന് പറയുന്നത് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും അതും എന്താണ്, ഈ പ്രോബബിലിറ്റി, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഇവിടെയും വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻസ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെയും വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ലെറ്റേഴ്സ് ആൻഡ് ഡിജിറ്റ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താണ്, ലെറ്റേഴ്സ് ആണ്, ഡിജിറ്റ്സ് ആണ്. അതെന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് തന്നിട്ട്. ഡിസ്റ്റിങ്ക്റ്റ് ഇൻ ദ സെൻസ് ദേ ആർ യുണീക്ക്. എന്നാൽ യുണീക്ക് ആയിട്ടുള്ള ഡിജിറ്റും യുണീക്ക് ആയിട്ടുള്ള നമ്പേഴ്സ്, ലെറ്റേഴ്സാണ് തന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ യുണീക്ക് എന്ന്, ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ള ടേം അറിയാലോ, യുണീക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ABCD എന്ന് പറയുമ്പോൾ ഇതെന്താണ്, യുണീക്കാണ്. ABAD എന്ന് പറയുന്നത് എന്താണ്, 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റേഷൻ ഉള്ളതുകൊണ്ട് എന്താണ്, അത് യുണീക്ക് അല്ല. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, യുണീക്ക് എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് എഴുതിയത്. അപ്പോൾ the possible number of chords formed using 2 vowels from the English letter followed by 3 digits ആണ് നമുക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ലെറ്റേഴ്സും ഡിജിറ്റും തന്നിട്ടുണ്ട്, അത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതുകൂടാതെ ലെറ്റേഴ്സ് എന്താണെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, വൊവൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നമുക്ക് വൊവൽസ് അവൈലബിൾ ആയിട്ടുള്ളത് AEIOU എന്നുള്ള. അപ്പോൾ എത്ര, 5 വൊവൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ 5 വൊവൽസിനാണ് എന്ത് ഈ ലെറ്റേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്തതിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡിജിറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഡിജിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റിൽ എന്താണ്, 0 to 9 ഡിജിറ്റ്സ് നമുക്ക് അവൈലബിൾ, ഡിസ്റ്റിങ്ക്റ്റ് ഡിജിറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എത്ര പൊസിഷൻ, നമുക്ക് ജസ്റ്റ് നമുക്കൊരു ലെറ്ററാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഇങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. 2 ലെറ്റേഴ്സ്, അതായത് വവൽസിന് ചൂസ് ചെയ്ത ലെറ്റേഴ്സിന് എന്ത് ചെയ്യണം, ഇത് ഫോളോ ചെയ്യണമെന്നാണ്, ബാക്കി വരുന്ന ഡിജിറ്റ്സ് ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മളൊരു പാസ്വേഡൊക്കെ ഉണ്ടാക്കുന്നത് പോലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വവൽസിന് നമുക്ക് എന്ത് ചെയ്യാം, 5C2, അതായത് 5C2 നമ്പർ ഓഫ് എന്ത് ചെയ്യാം, നമുക്ക് 2 ഇതിലേക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്, 10 ഉണ്ട്. 0 to 9 എന്ന് പറയുമ്പോൾ 10 ഡിജിറ്റ്സും നമുക്ക് എന്ത് ചൂസ് ചെയ്യാൻ പറ്റും, 3 ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഫോളോ ലെറ്റേഴ്സ്, അതായത് വവൽസ് ലെറ്റേഴ്സ് ഫോളോഡ് ബൈ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 5C2 × 10C3.
അതിൻ്റെ ആൻസർ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് 120 അല്ല, ഇതല്ല. അപ്പോൾ നമുക്ക് ABC എന്നുള്ള ഓപ്ഷൻസ് ഒന്നുമല്ല ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി എഴുതാം. NCR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് കാണിക്കുന്നില്ല, നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, D ആണ്. നൺ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന് പറയുന്നത് പ്രൊപ്പോസിഷൻ അഥവാ ടോട്ടോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്, പ്രൊപ്പോസിഷണൽ ലോജിക്. ഇത് ഇവിടെ നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മുടെ ലോജിക് എന്നുള്ള ഇതിലാണ്, മാത്സിലെ ലോജിക് എന്നുള്ള പാർട്ടിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊപ്പോസിഷൻ ഈസ് എ ടോട്ടോളജി എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രൊപ്പോസിഷൻ ഈസ് എയ്തർ, ഒരു പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പം ഞാൻ അതിനൊരു എക്സാമ്പിൾ തരാം, ആദ്യം ഡെഫിനേഷൻ പറയാം. പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ്സ് എയ്തർ ട്രൂ ഓർ ഫാൾസ് ബട്ട് നോട്ട് ബോത്ത്. അതാണ് ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പം സൺ ഈസ് ബ്ലൂ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഇതാണ് എൻ്റെ പ്രൊപ്പോസിഷൻ എങ്കിൽ ഈ പ്രൊപ്പോസിഷൻ എന്താവാം, ട്രൂ ആവാം, ഫോൾസ് ആവാം. ഈ രണ്ടും മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. പക്ഷെ അത് രണ്ടും എന്താവാനുള്ള പോസിബിലിറ്റി ഇല്ല. ആ രണ്ട് പ്രൊപ്പോസിഷനും എയ്തർ ട്രൂ ഓർ എയ്തർ ഫോൾസ്, അങ്ങനെ രണ്ടും ആവാനുള്ള, ബോത്ത് ട്രൂ ഓർ ഫോൾസ് ആവാനുള്ള സാധ്യത ഇല്ല എവിടെ, പ്രൊപ്പോസിഷൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ ടോട്ടോളജി എന്നാണ് പറയുന്നത്. അടുത്ത ടേം ടോട്ടോളജിയെ കുറിച്ചാണ് പറയുന്നത്. ടോട്ടോളജീനെ പറ്റി പറയുമ്പോൾ ടോട്ടോളജിയിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ സൺ ഈസ് ബ്ലൂ ആൻഡ് മൂൺ ഈസ് ബ്ലാക്ക്. അപ്പം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതി. അപ്പം ഞാൻ ഇവിടെ എഴുതി തരാം. P എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ സൺ ഈസ് ബ്ലൂ, Q എന്ന് പറയുന്നത് മൂൺ ഈസ് ബ്ലാക്ക് എന്നാണ്. ഞാൻ ഇതിനെ എന്ത് ചെയ്തു, എനിക്ക് കുറച്ച് ലോജിക്കൽ കണക്റ്റീവ്സ് ഉണ്ട്. ആ ലോജിക്കൽ കണക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് വേഗം പറഞ്ഞു പോകാം. കാരണം ഇതൊക്കെ ബേസിക്സ് ആണ്. നമുക്ക് ലോജിക് എന്നുള്ള പാഠം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ കണക്റ്റീവ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്, പ്രിപ്സ്കെയിൽ അവൈലബിൾ ആണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുക, കാണാൻ പറ്റുന്നവർ കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് കണക്റ്റീവ്സിനെ പറയുന്നത് ആൻഡ്, പിന്നെ ഉള്ളതാണ് ഓറ്, അതായത് കൺജങ്ഷൻ ഡിസ്റ്റിങ്ഷൻ ഓപ്പറേറ്റർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോട്ട് ഓപ്പറേറ്റർ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇംപ്ലിക്കേഷൻ വരുന്നുണ്ട്, ബൈ ഡയറക്ഷണൽ ഓപ്പറേറ്റർ. ഇങ്ങനെ ഇത്രയും ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് എന്തുള്ളത് ലോജിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനൊക്കെ എന്തുണ്ട്, ട്രൂത്ത് ടേബിൾ ഉണ്ട്. നമ്മളെ ഡിജിറ്റൽ ലോജിക്കുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ചാപ്റ്ററാണിത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരാൾക്ക് ആളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഏറ്റവും ബേസിക്സ് എന്ന് പറയാനുള്ളൊരു ഇതാണ് ലോജിക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്തു, P and Q. അപ്പം എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായി, സൺ ഈസ് ബ്ലൂ ആൻഡ് മൂൺ ഈസ് ബ്ലാക്ക്, P and Q. അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കും. അപ്പം ഈ ടോട്ടോളജി എന്ന് പറയുന്നത് എന്താണ്, ഈ കണക്റ്റീവ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഞാൻ അതിൻ്റെ പ്രൊപ്പോസിഷനെ, അങ്ങനെ ഉണ്ടാക്കുന്ന പ്രൊപ്പോസിഷനെ ഞാൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പം അതിൻ്റെ വാല്യൂ ഞാൻ Pനും Qനും, അതായത് P and Qന് ഞാൻ ഏത് വാല്യൂ, അതായത് ട്രൂവോ ഫോൾസോ, അല്ലെങ്കിൽ Qന് എന്താവാം, ട്രൂവോ ഫോൾസ് ആവാം. പക്ഷേ ഇത് രണ്ടും ചെയ്യുമ്പോൾ ഈ കണക്റ്റീവ്സ് വെച്ച് ചെയ്യുമ്പം എനിക്ക് എന്തായിരിക്കും, ഓൾവേസ് ട്രൂ എന്നുള്ള ഇതായിരിക്കും റിട്ടേൺ ചെയ്യുക. അതായത് ഈ ഒരു പ്രൊപ്പോസിഷൻ എന്തായിരിക്കും, ഓൾവേസ് ട്രൂ ആണ്. ടോട്ടോളജി എന്ന് പറയുന്നത് പ്രൊപ്പോസിഷൻ പ്രൊപ്പോസിഷൻ ഈസ് ഓൾവേസ് ട്രൂ, ദെൻ ഇറ്റ്സ് കോൾഡ് എ ടോട്ടോളജി എന്നാണ് ടോട്ടോളജിൻ്റെ ഡെഫിനേഷൻ. ഞാനത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം, P or not Q എന്നാണ് നമുക്ക് P or not P. അപ്പോൾ ഞാനിപ്പോൾ ടോട്ടോളജി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു സാധനത്തിനെ നമുക്ക് ഇൻഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഡക്ഷൻ മെത്തേഡ് ഒന്നുമില്ല, സംഭവം നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇത് ഫോൾസ് ആവുന്നുണ്ടോ നോക്കിയാൽ മതി.
അതായത് ഞാൻ പിയിൽ ഏതെങ്കിലും ഒരു വാല്യൂ പുട്ട് ചെയ്താൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇതിൻ്റെ ഓൾ ടുഗദർ ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് ഫോൾസ് ആണെന്ന് നോക്കിയാൽ മതി. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിക്ക് ഞാൻ ആദ്യം ഫോൾസ് തന്നെ കൊടുത്തു. എന്നിട്ട് അപ്പോൾ നോട്ട് പി എന്താവും, ട്രൂ ആവും. എന്നുവെച്ചാൽ നോട്ടിൻ്റെ ഇതറിയാം നമുക്ക്, ഇവിടെ ട്രൂ ആണെങ്കിൽ നോട്ട് പി ട്രൂ എന്നുള്ളത് എന്താവും, ഫോൾസ് ആണ്. അപ്പോൾ അതറിയാം നോട്ടിൻ്റെ ഇതാണത്, ലോജിക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ഫോൾസായിട്ടുള്ള പിക്ക് നമ്മൾ ഫോൾസ് കൊടുത്തു, നോട്ട് പി എന്ന് പറയുന്നത് എന്തായി, ട്രൂ ആയി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റർ എന്താണ്, ഓറാണ്. ഓറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഓറിൽ ഏതെങ്കിലും ഒരു സൈഡ് ട്രൂ ആണെങ്കിൽ നമുക്ക് എന്താണ് വാല്യൂ റിട്ടേൺ ചെയ്യുക, ട്രൂ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്, ട്രൂ തന്നെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ നോട്ട് പി ഫാൾസ് ആയിട്ട് കൊടുക്കാം. നോട്ട് പി ഫാൾസ് ആയിട്ട് കൊടുക്കുമ്പം, നോട്ട് പിനെ നമ്മൾ ഫാൾസ് ആയിട്ട് എടുക്കുമ്പം നോർമലി പി എന്ന് പറയുന്നത് എന്താവും, ട്രൂ ആവും. ട്രൂ ഓർ ഫാൾസ് എന്താണ്, ഓൾവേസ് ട്രൂ ആണ്. അപ്പം എന്താണ്, എ എന്ന് പറയുന്നത് എന്താണ്, ട്രൂ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത് വരുന്ന പി ആൻഡ് നോട്ട് പി, ഇതെവിടെയാണ് ഫോൾസ് ആവുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പി എന്ന് പറയുന്നത് ട്രൂ ആയിട്ട് എടുത്തു. അപ്പോൾ നോട്ട് പി എന്തെടുക്കണം, ഫോൾസ് ആയിട്ട് തന്നെ എടുക്കണം. കാരണം നോട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ട്രൂ എന്താവും, ഫോൾസ് ആവും. അപ്പം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റർ എന്താണ്, ആൻഡ് ആണ്. ആൻഡിൻ്റെ കണ്ടീഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സൈഡും ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, ഔട്ട്പുട്ട് ട്രൂ ആവത്തുള്ളൂ. അപ്പം ഇതെന്തായി, ഫോൾസ് റിട്ടേൺ ചെയ്തു. അപ്പം ടോട്ടോളജി എന്ന് പറയുന്നത് ഇത് ടോട്ടോളജി അല്ല, കാരണം ഫോൾസ് എന്ന് പറയുന്ന ഇതിന് ഫോൾസ് എന്ന് പറയുന്നുള്ളൊരു ഇതാണ് റിട്ടേൺ ആവുന്നത്. അപ്പം ഒരു കണ്ടീഷനിൽ ഫോൾസ് റിട്ടേൺ ആവുന്നുണ്ട്. അപ്പം ഇത് ഇറ്റ്സ് നോട്ട് എ ബി ഈസ് നോട്ട് എ ടോട്ടോളജി. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് അടുത്ത സി എന്ന് പറയുന്നത് പി ഓർ പി ഇംപ്ലൈസ് ക്യൂ എന്നാണ് അടുത്ത ടോട്ടോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ പി ഇംപ്ലൈസ് ക്യൂ എന്നാണ്, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി എഴുതാണ്. ഈ ഇംപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലിക്കേഷൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. പി ആൻഡ് ക്യൂ. അപ്പോൾ ഇംപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് പി ഓൺലി ഇഫ് ക്യൂ, അതാണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്ലിക്കേഷൻ നമുക്ക് എഴുതാം. ഇപ്പോൾ പി ട്രൂ ആണെങ്കിൽ ക്യൂ ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും, പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ്. പി ഫോൾസ് ആണെങ്കിൽ ക്യൂ ട്രൂ ആണെങ്കിൽ എന്താണ്, വാല്യൂ ട്രൂ ആണ്. പക്ഷേ ഇത് ഫോൾസ് ആവുന്ന ഒരു കണ്ടീഷനാണ് അടുത്ത് വരുന്നത്. പി ട്രൂ ആൻഡ് ദ ക്യൂ വാല്യൂ ഈസ് ഫോൾസ്, ദെൻ ദ പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഫോൾസ്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ മാത്രമേ എന്താവുന്നുള്ളൂ, നമ്മളെ പി ഇംപ്ലൈസ് ക്യൂ ഫോൾസ് ആവുന്നുള്ളൂ. ഫോൾസ് ആയാലും ഇതെന്താണ്, ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പി ഇംപ്ലൈസ് ക്യൂവിന് എന്താക്കാം, ഫോൾസ് ആക്കാൻ നോക്കാം. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ ഫോൾസ് ആവണമെങ്കിൽ പി എന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം. എഫ് എന്തായിരിക്കണം, ക്യൂ എന്തായിരിക്കണം, ഫോൾസ് ആയിരിക്കണം. അങ്ങനെ ഒരു കണ്ടീഷനിൽ മാത്രമേ എന്ത് ചെയ്യും, നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ ഫോൾസ് റിട്ടേൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പി ഇംപ്ലൈസ് ക്യൂന് എന്തായി, ഫോൾസ് ആണെന്ന് കിട്ടി. അപ്പം ഓർ പി എന്നാണ് വരുന്നത്. അപ്പോൾ പിക്ക് നമ്മൾ ഓൾറെഡി എന്താണ് കൊടുത്തിരിക്കുന്നത്, ട്രൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓർ ഓപ്പറേറ്ററാണ്. ഓർ ഓപ്പറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സൈഡിൽ ട്രൂ വാല്യൂ ആണെങ്കിൽ അതെന്ത് ചെയ്തും, നമുക്ക് ട്രൂ വാല്യൂ തന്നെ റിട്ടേൺ ചെയ്യും. അപ്പം നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്താലും എങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇതിൽ ഫോൾസ് എന്നുള്ള ഒരു കണ്ടീഷനെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഓപ്ഷൻ സി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഒരു ടോട്ടോളജിയാണ്. അപ്പം എയും സിയും എന്താണ്, ടോട്ടോളജിയാണ്. അപ്പം ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണെന്ത്, കറക്റ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള ഒരു നോട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൽ കയറി നോക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ അറിയാത്ത ചാപ്റ്റേഴ്സ്, അതായത് അറിയാത്ത ടേംസ്, ഇപ്പം ഞാനിപ്പോൾ ഐസോമോർഫിക്, അതേപോലെ എന്താണ് ടോട്ടോളജി, ഈ ഒരു ഡെഫിനിഷനൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ വീഡിയോൻ്റെ ലിങ്കും കൂടെ എന്ത് ചെയ്യും, അതിന് താഴെ പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ അതിൻ്റെ ജസ്റ്റ് നോട്ട്സ് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ്. അപ്പം അടുത്തതും ലോജിക്കിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ആ ക്വസ്റ്റ്യൻ എന്താണ്, ഡുവാലിറ്റീനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഡുവൽ ഓഫ് ദ പ്രൊപ്പോസിഷൻ പി ആൻഡ് ക്യൂ ഓർ പി ഓർ നോട്ട് പി ഓർ ക്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡുവൽ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതരാം. ഡുവൽ എന്ന് പറയുന്നത് എന്താണെന്ന്, സമയപരിമിതിയുടെ കുഴപ്പം കൊണ്ടാണ്. ഡുവൽ എന്ന് പറയുന്നത്
ഡുവലിനെ സംബന്ധിച്ചിടത്തോളം ഡുവലിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഓർ ഓപ്പറേറ്ററിനെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ആൻഡ് ആക്കും. ആൻഡ് എന്താവും? ഓറാവും. ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഓർ എന്താവും? ആൻഡ് ആവും. ആൻഡ് ഓറാവും. അപ്പം ഇങ്ങനെ ഒരു ചേഞ്ച് മാത്രമേ ഉണ്ടാവൂ. നോട്ട് ഓപ്പറേറ്റർ ഇവിടെ ഇങ്ങനെ നമ്മൾ തൊടത്തിയില്ല. അപ്പം ഇതാണ് എന്തിൽ സംഭവിക്കുന്നത്? ഡുവലിൽ സംഭവിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതി വെക്കാം. അപ്പോൾ പി അടുത്ത വരുന്നത് എന്താണ്? ആൻഡ് ഓപ്പറേറ്റർ ആണ്. അപ്പം പറഞ്ഞു ആൻഡ് വന്നു കഴിഞ്ഞാൽ ഡുവലാക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഓറാക്കി, ക്യൂ കൊടുത്തു. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പിന്നും അടുത്തതിൽ ഏതാ വരുന്നത്? ഓറാണ് വരുന്നത്. അപ്പോൾ ഓർ വരുമ്പോൾ എന്ത് ചെയ്തു? ആ ഓറിനെ ആൻഡിലേക്ക് ഇട്ടു, പി വന്നു. ഇത് ഇവിടെ വരുന്നത് എന്താണ്? ഓറാണ്, അതിനെ ആൻഡ് ആക്കി. നോട്ട് ഓപ്പറേറ്ററിൽ ഡുവാലിറ്റിയിലൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? പിയിലേക്ക് വന്നു. പിയിലേക്ക് വരുമ്പം അവിടെ വരുന്നത് ഓർ ഓപ്പറേറ്ററാണ്, അതിന് നമ്മൾ ആൻഡിലേക്ക് ഇട്ടു, ക്യൂ. ഇതാണ് നമുക്ക് എന്താണ് ഡുവാലിറ്റി. ഈ ഒരു ഇക്വേഷൻ്റെ ഡുവാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ട് ഓപ്ഷനിൽ ഏതാണുള്ളത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഇസ് റോങ്, സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഓൾസോ റോങ്, തേർഡ് ഓപ്ഷൻ ഈസ് ഓൾസോ റോങ്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. അപ്പോൾ നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. ഇതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ലോജിക്കാണ്. അപ്പോൾ നമ്മളിപ്പം തന്നെ കണ്ടത് വെച്ചിട്ട് നമുക്ക് മാത്സിൽ പറയാൻ പറ്റും ഗ്രാഫ് തിയറി, ലോജിക്, കോമ്പിനേട്രോണിക്സ്, അത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. ഇതിൽ നോളജ് ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 7 ക്വസ്റ്റ്യനും സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനൊക്കെ ഡീറ്റെയിൽ ഡിസ്കഷൻ എന്തെങ്കിലും പ്രിപ്പ് സ്കെയിലുണ്ട്. അപ്പോൾ ഇനി അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ 8 ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമം നമ്പർ ഓഫ് മാക്സ് ടേം ഫോംഡ് ബൈ ദ 3 വേരിയബിൾസ് ഓർ ദ സ്റ്റേറ്റ്മെന്റ്സ് പി ക്യു ആർ ഇതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റിക്വയർമെൻറ്റ്, ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ലോജിക്കിലുള്ള നോളേജും കൂടാതെ നമുക്ക് എന്ത് വേണം? കൗണ്ടിങ് തിയറി കൂടെ അറിഞ്ഞിരിക്കണം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ഇപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് മാക്സ് ടേംസ് നമുക്ക് 3 വേരിയബിൾ കൊണ്ട് എങ്ങനെ ഫോം ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ മാക്സ് ടേംസ് എന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ ലോജിക്ക് തന്നെ നമ്മൾ എവിടെയാണ് ഈ മാക്സ് ടേമും മിൻ ടേമും? മാക്സ് ടേമുണ്ട്, മിൻ ടേംസും ഉണ്ട്. അത് നമ്മൾ ഈ ഒരു ലോജിക് ആയിട്ടുള്ള ഒരു ബൂളിയൻ ആൾജിബ്രയെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആ ഒരു ലെങ്ത്തിനെ റെഡ്യൂസ് ചെയ്യാൻ, അതായത് അതിൻ്റെ കോംപ്ലക്സിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ റെഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കെ മാപ്പ് യൂസ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും? മിനിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ ഒരു മിനിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇതിലാണ് നമ്മൾ മാക്സ് ടേമിനെ കുറിച്ചിട്ടും മിൻ ടേമിനെ കുറിച്ചിട്ടും നമ്മൾ വരുന്നത്. അപ്പോൾ മാക്സ് ടേം എന്ന് പറയുന്നത് എന്ത് ഫോമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സ് ടേം എന്ന് വെച്ചാൽ മാക്സ് ടേം A+B+C, അതായത് നമ്മുടെ A+B+C ഇൻറ്റു A, അതായത് ഇത് ഓർ ഓപ്പറേറ്ററാണ്, ഇത് ആൻഡ് ഓപ്പറേറ്റർ വെച്ച് കണക്ട് ചെയ്തിട്ടാണ് A+B കോംപ്ലിമെൻറ്റ് C AB. ഇതാണ് നമ്മുടെ മാക്സ് ടേമിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയാനുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഓർ ഓപ്പറേറ്റർ വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ ഓർ ഓപ്പറേറ്ററിൽ നമ്മൾ A+BC കണക്ട് ചെയ്യും. അതിനെ രണ്ടിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? അടുത്തൊരു ഇതിനെയും കൂടെ കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സ് ടേമിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. മാക്സ് ടേം എങ്ങനെയാണ് എഴുതുന്നതെന്ന്. അപ്പോൾ മിൻ ടേം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിൻ ടേമിൽ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ABC ഇൻറ്റു ABC കോംപ്ലിമെൻ്റ് എന്നാണ് നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുക? നമ്മളിപ്പോൾ മിൻ ടേമിൽ നമ്മൾ എഴുതിയില്ലേ A+B+C ഇൻറ്റു A+B കോംപ്ലിമെൻറ്റ് C. ഇത് രണ്ടും എന്താണ്? ഇത് മിൻ ടേം റെപ്രസെൻറ്റേഷൻ ആണ്, ഇത് മാക്സ് ടേം റെപ്രസെൻറ്റേഷൻ ആണ്, 2 ടേംസിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? മാക്സ് ടേം എന്ന് പറയുന്നത്. ഇതാണ് എന്ത് പറയുന്നത്? മിൻ ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മളോട് ഇപ്പം ചോദിച്ചിരിക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് മിൻ ടേം ഫോംഡ് എന്നാണ് ചോദിക്കുന്നത്. വിത്ത് എന്താണ്? 3 വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് മിൻ ടേം പോസിബിൾ ആയിട്ടുള്ള മിൻ ടേംസിനെ നമുക്ക് എന്ത് ചെയ്താം? A+BC. അതിൽ നമുക്ക് ഇതിപ്പം ഇതെന്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണെന്നറിയോ? നമുക്ക് ഒരു ഡിജിറ്റൽ ലോജിക്കിനെ കുറിച്ച് അറിയുന്ന ആൾക്കറിയാം. ഈ ഒരു റെപ്രസെൻറ്റേഷൻ എന്താണ്? 0 0 റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
യൂസ് ചെയ്യുന്നത്. പി ക്യു ആർ എന്നുള്ള 0 0. ഇനി ഇത് 0 0 1 ആകുമ്പോൾ എന്ത് ചെയ്യും? എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്. അടുത്ത 0 1 0 എന്ന് പറയുന്നത്, അതായത് ഇത് 0 1 2 3 3 എന്ന് പറയുന്നത് 0 1 1. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യാം? എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി. ഇതാണ് എന്ത് നമ്മുടെ 2 എന്തിൽ മാക്സ് ടേം റെപ്രസെൻറ്റേഷനിലാണ്. 3 എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സി കോംപ്ലിമെൻറ്റ്. ഇതേ സാധനം നമ്മൾ മിൻ ടേം റെപ്രസെൻറ്റേഷനിൽ വരുമ്പോൾ എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി എന്ന് വരും. ഇതിൽ വരുമ്പോഴത്തേക്ക് എന്താവും? എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി. അപ്പോൾ ഇതാണെന്ത് നമ്മുടെ മിൻ ടേം റെപ്രസെൻറ്റേഷൻ. ഇതാണ് നമ്മളെന്ത് മാക്സ് ടേം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഈ മാക്സ് ടേമിനെ മിൻ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? ഡിമോർഗൻസ് ലോ ഒക്കെ വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അത് ഡിജിറ്റൽ ലോജിക്ക് പഠിക്കുമ്പോൾ നമ്മൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാക്സ് ടേം എന്താണ് മിൻ ടേം എന്താണെന്ന് അറിയാണ് വേണ്ടത്. അപ്പോൾ 3 വേരിയബിൾ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എത്ര മാക്സിമം മാക്സ് ടേംസ് പോസിബിൾ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം എ ബി സി, അതായത് നമുക്ക് 2 പോസിബിലിറ്റി ഉള്ളത്. എയ്തർ ഈ അതായത് എക്ക് എന്ത് ചെയ്യാം? ആ ഒരു പി ക്യു ആർ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ഇപ്പം പി ക്യു ആർ ആണെങ്കിൽ പി ക്യു ആറിൽ പിക്ക് എന്ത് ചെയ്യാം? 2 ഓപ്ഷനാണുള്ളത്. എയ്തർ പ്രസൻറ്റ് ആവാം ഓർ ആബ്സെൻ്റ് ആവാം. ക്യൂവിനും അതേപോലെ തന്നെ എന്താ? എയ്തർ പ്രസൻറ്റ് ആവാം, മാക്സ് ടേമിനെ സംബന്ധിച്ചിടത്തോളം മാക്സ് ടേമിൽ പ്രസൻറ്റ് ആവാം, അല്ലെങ്കിൽ മാക്സ് ടേമിൽ എന്താവാം? ആബ്സെൻ്റ് ആവാം. ആറിലും അതേപോലെ തന്നെ പ്രസൻറ്റ് ആവാം, ആബ്സെൻ്റ് ആവാം. അപ്പോൾ 2 ചോയ്സ് ആണല്ലോ, 2 ചോയ്സ്. അപ്പോൾ ചോയ്സ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര വേരിയബിൾസ് ഉണ്ട്? 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2⁻3. ഇതെന്താണ്? നമ്മൾ n⁻6. അതായത് ഇത് കോമ്പിനേറ്ററോണിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പഠിക്കും. അപ്പോൾ 2⁻3 n⁻6 ആണ് ഇതിൻ്റെ ഇത്. അപ്പോൾ 2⁻3 എന്ന് വെച്ചാൽ എത്ര? 8 ആണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് എന്താണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്? നമ്മൾ മാക്സ് ടേംസിനെ കുറിച്ചിട്ട് അറിയണം, അതേപോലെ തന്നെ നമ്മൾ എന്ത് അറിയണം? കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ട് അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ലീനിയർ ഓൾജിബ്ര. അതിലെ ലീനിയർ ഓൾജിബ്രയിലെ മെട്രിക്സ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്? റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന ഒരു പോർഷൻ ആവശ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം? അതിലെ എയ്ഗൺ വാല്യൂസിനെ കുറിച്ച് അറിയണം. അപ്പോൾ എയ്ഗൺ വാല്യൂസിൽ നമുക്ക് എയ്ഗൺ വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുന്ന ഒരു ഇക്വേഷൻ അറിയാം, a - λi. ഇത് അറിഞ്ഞിരിക്കണം, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒരു ലീനിയർ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ലീനിയർ മാപ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു മെട്രിക്സ് ഫോം ചെയ്യാം. അത് എ എന്ന് പറയുന്നൊരു മെട്രിക്സിനെ നമുക്ക് ഫോം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 -3 ആൻഡ് 1 0 എന്ന് പറയുന്നൊരു മെട്രിക്സ് കിട്ടും. അപ്പം എ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. എന്തായിരുന്നു? 0 -3 1 0 എന്ന് പറയുന്നത് കിട്ടി. ഇനി a - λi എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിറ്റി. i എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ്. അപ്പോൾ λ × 1 0 0 1. അപ്പോൾ എന്ത് കിട്ടി? λ 0 0 λ. എന്നിട്ട് നമ്മൾ a - λi ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -λ -3 - 0 that is 0 and 1 - 0 that's 1 and -λ എന്ന് കിട്ടി. ഇനി നമ്മളിതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണണം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ എന്ത് കിട്ടി? λ² -1 എന്നുള്ളത് എന്താണ്? ഇത് കിട്ടി. ഈ λ² -1 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? സോറി, ഇവിടെ -3 ആണ്, മൈ മിസ്റ്റേക്ക്. 0 -3 -3 കിട്ടി. ഇത് λ² -3 എന്നുള്ളത് +3 എന്ന് കിട്ടും. അപ്പോൾ λ² എന്ന് പറയുന്നത് എന്താണ്? -3 λ² എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ λ = +or-√3. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ കിട്ടുക. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ഈസ് ആൻസർ. അപ്പോൾ അടുത്തതും മെട്രിക്സിൽ നിന്നുള്ള പ്രോബ്ലമാണ്. ലീനിയർ ഓൾജിബ്രേൻ്റെ പാർട്ടായിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഈ ലീനിയർ ഓൾജിബ്രയിൽ ഡയഗണൈസബിൾ എന്ന് പറയുന്ന പാർട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് അറിയണം? പ്രോപ്പർട്ടീസ് ഓഫ് ഡയഗണൈസബിൾ മെട്രിക്സിനെ കുറിച്ച് അറിയണം. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യണം?
ട്രയാങ്കുലാർ മെട്രിക്സിൻ്റെ മെട്രിക്സ് എന്താണെന്നും അറിഞ്ഞിരിക്കണം. അപ്പർ ട്രയാങ്കുലർ ലോവർ ട്രയാങ്കുലർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു മെട്രിക്സ് ഡയഗണൈസബിൾ ആയിരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ മെട്രിക്സിൻ്റെ ഈഗൺ വാല്യൂസ്, അതായത് ഒരു മെട്രിക് ഡയഗണൈസബിൾ ആണെങ്കിൽ ഒരു മെട്രിക്സിൻ്റെ ഈഗൺ വാല്യൂസ് എന്തായിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അപ്പം ട്രയാങ്കുലാർ മെട്രിക്സ് ഇതൊക്കെ തന്നിട്ടുള്ള എന്താണ്, ട്രയാങ്കുലാർ മെട്രിക്സാണ്. അപ്പോൾ ഇതെന്താണ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താ, ഒരു ട്രയാങ്കുലർ മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഈഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. ഇവിടെ എന്താണ്, ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. അപ്പം ഈ എയിൽ നോക്കുമ്പോൾ എന്താണ്, ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ എന്താണ്, ഡിഫറെൻ്റ് ആണ്, യുണീക്ക് ആണ്. അപ്പോൾ എന്താണ്, മേ ബി ഡയഗണൈസബിൾ ആണ്, ഇത് മേ ബി ഡയഗണൈസബിൾ ആണ്. 1 - 2 ആണ്, അപ്പോൾ യുണീക്ക് ആണ്, ഡയഗണൈസബിൾ ആണ്. ഇവിടെ എന്താണ് 2, 5, 8 ആണ്, ഡയഗണൈസബിൾ ആണ്. പക്ഷേ ഡി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാത്രം വരുമ്പോൾ 4, 4, 5 ആയിരുന്നു. അതായത് രണ്ടെണ്ണം എന്താണ്, രണ്ട് ഈക്വൽ ആണ്. അപ്പോൾ എന്താണ്, ഡി എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ആവാനാണ് സാധ്യത. അപ്പോൾ നോട്ട് ഡയഗണൈസബിൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഐസോമോർഫിക് എന്ന് പറയുന്ന ഐസോമോർഫിസത്തിലാണ് വരുന്നത്. അതിൽ നമുക്ക് സെറ്റ് 360 എന്ന് പറയുന്ന ഇതാണ് വരുന്നത്. ഇത് നമ്പർ സിസ്റ്റത്തിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സെറ്റ് 360 ഐസോമോർഫിക് ആണ്, ഇത് ഏതിനോട് ഐസോമോർഫിക് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ 360നെ ഫാക്ടറൈസ് ചെയ്യാം. അതായത് 360നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 360 ഒരു 2 വെച്ച് ഫാക്ടറൈസ് ചെയ്തു. 2 എന്ന് പറയുന്നത് എന്താണ്, ഫാക്ടറൈസ് ചെയ്യുമ്പം 180, 2, 90, 2, 45 ആൻഡ് 3, 15, 3, 5 and 5. അതായത് ഇപ്പം അത് എന്ന് പറയുന്നത് 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5. ഇതാണ് ഞാൻ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, 360നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഐസോമോർഫിക് എന്ന് ചോദിക്കുമ്പോൾ ഇതിലിപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്, 9 ആണ്, 5 ആണ്. അപ്പം Z8, Z9, Z5. ഓപ്ഷൻ ഏതാ സിമിലർ ആയിട്ടുള്ള, ബി. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് പീരിയഡ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഫംഗ്ഷൻ 3 cos 2x + π/2 എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്, ഇതിൻ്റെ പീരീഡ് കണ്ടുപിടിക്കണം, ഈ ഫംഗ്ഷൻ്റെ ആപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കണം. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഒരു ജനറലൈസ് ഇക്വേഷൻ ആണ് എന്ത് പറയുന്നത്, ഇവിടെ എഴുതിയിട്ടുള്ളത് എന്താണ്, y = a cos bx - c + d. ഇതാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഒരു കോസിൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള എ എന്ന് പറയുന്നത്, അതിൻ്റെ എൻ്റെ മോഡ് എ എന്ന് പറയുന്നത് എന്താണ്, ആപ്ലിറ്റ്യൂഡാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് 3 ആണ്, നമുക്ക് എന്ത് കിട്ടി, ആപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്ത് കിട്ടി, ആപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു എന്താണ് 3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്ത്, 2π / mod b. അപ്പോൾ ഇതിൽ മോഡ് ബി എന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോഡ് ബി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ കിട്ടി, നമുക്ക് കിട്ടിയത് 2 ആണ് മോഡ് ബി എന്ന് പറയുന്നത്. അപ്പം 2π/2 എന്ന് പറയുന്നത് എന്താണ്, പൈ ആണ്. അപ്പോൾ നമുക്ക് അത് മാച്ചിങ് നമുക്ക് കിട്ടി, ആപ്ലിറ്റ്യൂഡും ഇതും എന്ത് കിട്ടി, പൈയും 3 ആണെന്ന് കിട്ടി, പീരീഡ് പൈയും ആപ്ലിറ്റ്യൂഡ് 3 ആണെന്ന് കിട്ടി. അത് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ ടി ആണെന്ന് കിട്ടി.